ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. ശിക്ഷയ്ക്ക് മേൽ വാദം പൂർത്തിയായി. പ്രതിയെ നാളെ ഓൺലൈനായി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ ചെകിടം കാണിക്കാൻ താൻ ഗാന്ധിയല്ലെന്നും എഴുതാൻ പറ്റുന്നതെല്ലാം എഴുതിക്കോ എന്നും ജഡ്ജിയോട് ചെന്താമര പറഞ്ഞു. മുൻകൂർ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത്. ഇയാൾ സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. പ്രതിക്ക് മാനസാന്തരമുണ്ടാകാൻ സാധ്യതയില്ല. പുഷ്പ, ശിവരാജൻ തുടങ്ങിയ അയൽവാസികൾക്ക് പ്രതിയിൽ നിന്ന് ഭീഷണിയുണ്ട്. മറ്റുള്ളവരുടെ സുരക്ഷ പരിഗണിക്കണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ കോടതിയിൽ പറഞ്ഞു. പ്രതിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ജേക്കബ് മാത്യു ചൂണ്ടിക്കാട്ടി. കാട്ടാളനായ വാത്മീകി മാനസാന്തരം സംഭവിച്ച് മഹർഷിയായിട്ടുണ്ട്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന നിലപാടായിരുന്നു അന്വേഷണ സംഘത്തിന്. ചെന്താമരയ്ക്കെതിരായ തെളിവ് ശേഖരിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. സംശയത്തിന്റെ സാഹചര്യം കേസിൽ നിലനിൽക്കുന്നുണ്ടെന്നും പരമാവധി കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂ എന്നും ചെന്താമരയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അതിനുശേഷമാണ് ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കുമെന്ന് കോടതി വ്യക്തമാക്കിയത്. 1.5 വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത്. ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. BNS വകുപ്പ് 103(1), 126(2) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതിയുടെ കണ്ടെത്തൽ. വിധി പ്രഖ്യാപിക്കും മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ തൂക്കിക്കൊന്നോളൂവെന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. വിധി കേൾക്കാനെത്തിയ ചെന്താമര വെല്ലുവിളിച്ച് ഭീഷണി ഉയർത്തിയിരുന്നു. വേണ്ടി വന്നാൽ താൻ മറ്റുള്ളവരെയും കൊല്ലുമെന്നാണ് പ്രതി പറഞ്ഞത്. തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും തൻ്റെ പെരുമാറ്റമെന്നും ചെന്താമര ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തതായി കോടതി പറഞ്ഞപ്പോൾ തനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്നായിരുന്നു ചെന്താമരയുടെ ചോദ്യം. പ്രതി ഇനിയും കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചതായി കോടതി പറഞ്ഞപ്പോൾ താൻ ഇതുവരെ ജാമ്യം പോലും വാങ്ങിയിട്ടില്ലെന്നായിരുന്നു ഇയാളുടെ പ്രതികരണം. ചെന്താമരയ്ക്ക് കുറ്റബോധമില്ലെന്നും നന്നാവാൻ സാധ്യതയില്ലെന്നും പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചതായി കോടതി അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴേ ഇതറിയൂ, ഞാനായിട്ട് പോവില്ല, ആരേലും വന്നാൽ വിടില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി നടപടി. കേസിലെ അന്തിമവാദം പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 ജൂൺ 30 പൂർത്തിയായിരുന്നു. 2025 ജനുവരിയിലാണ് നെന്മാറ പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടക്കുന്നത്. അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊല്ലുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിനു പിന്നാലെയാണ് ഇരട്ട കൊലപാതകം നടത്തിയത്. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.